കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടിയിൽ ഒരു മുസ്ലിമായ സഹോദരൻ സ്വന്തം ഉമ്മയെ അറുത്തു കൊന്ന വാർത്തയാണ്. മാതാവിനെ അറുത്തു കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യം മറ്റെന്താണ്? നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നത് അതിനേക്കാൾ ഗൗരവമാണ്. 24 വയസ്സുള്ള ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമയായി തന്റെ പ്രിയപ്പെട്ട 52 വയസ്സുള്ള തനിക്ക് ജന്മം നൽകിയ മാതാവ് സുബൈദയെ ഒരു കൊടുവാള് കൊണ്ട് അറുത്തു കൊന്നു. ആശുപത്രിയിൽ പോലും കൊണ്ടുപോയിട്ട് കാര്യമില്ലാത്ത വിധം കഴുത്ത് വേർപെട്ടുപോയി എന്നാണ് പറയുന്നത്. ഉമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന്റെ അല്ലെങ്കിൽ ഉമ്മയുടെ ഗൗരവം എന്താണെന്ന് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എല്ലാ മതങ്ങളും മാതാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത്ര വലിയ പ്രാധാന്യമുള്ള മാതാവിനെ ഇങ്ങനെ അറുകൊല ചെയ്യുക എന്ന് പറയുമ്പോൾ ഭൂമുഖത്ത് തുല്യതയില്ലാത്തൊരു വസ്തുവാണ് മാതാവ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ആ കുട്ടിക്ക് ആ ബോധമുണ്ടായില്ല. മതപരമായ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ആ കുട്ടി മയക്കുമരുന്നിന്റെ അടിമയായി മാറി. ഞാൻ മനസ്സിലാക്കുന്നു ചെറുപ്പത്തിലെ മതവിദ്യ വേണ്ട വിധം ലഭിച്ചില്ല. നല്ല ഒരു പണ്ഡിതന്റെ ഉപദേശം ആ കുട്ടിക്ക് ലഭിക്കുവാൻ അവസരമുണ്ടായില്ല എന്നതാണ് അതിന്റെ കാരണം. ഒരുപക്ഷെ ഇപ്പോഴവൻ ഖേദിക്കുന്നുണ്ടാകും. ജയിലറയിൽ അകപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. നിയമത്തിന്റെ ഗുരുക്കിൽ നിന്നൊരു പക്ഷേ അവന് രക്ഷപ്പെട്ടു പോരാൻ പഴുതുകളുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൊടും കുറ്റമാണ് അവൻ ചെയ്തത്. സ്വന്തം മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചെറിയ വാചകം ഹുമാ ജന്നതുക വനാറുക. ആ വാചകത്തിൽ എല്ലാം ഉണ്ട്. ഒരു കൊച്ചു വചനമാണ് ഹുമാ ജന്നതുക വനാറുക. പൊന്നമോനെ, നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിനക്ക് സ്വർഗമാണ്, അതുപോലെ നരകമാണ്. നന്നായി അവരെ പരിപാലിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും, അവഗണിച്ചാൽ നിനക്ക് നരകം കിട്ടും. ഇവിടെ അവഗണനയല്ല, കൊല്ലുകയാണ് ചെയ്തത്. പ്രസിദ്ധരായ കവികൾക്ക് പോലും മാതാവിനെ കുറിച്ച്, മാതാവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഒരുപാട് പാടിയിട്ടുണ്ടല്ലോ. ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകും. ഒരു കവി പറഞ്ഞത് വൽ ഉമ്മു ഔലാ ബിക്റാമിൻ വൈസാനി വൽ ഉമ്മു ഔലാ ബിക്റാമിൻ വഇഹ്സാൻ. കാലം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഉമ്മക്ക് വയസ്സാകും, ഉമ്മയുടെ സൗന്ദര്യം പോകും, ഉമ്മ ചിലപ്പോൾ വാശി പിടിക്കും. പ്രായമാകുമ്പോൾ ഉമ്മ ചിലപ്പോൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞെന്ന് വരും. എന്നാൽ ഉമ്മ എന്ന് പറയുന്ന വസ്തുവിന് ലോകത്ത് തുല്യതയില്ല. വഹസ്ബുഹൽ ഹംലു വൽ ഇർളാഉ തുദ്മിനുഹു അംറാനി ബിൽ ഫദ്ലിന അലാ കുല്ലി ഇൻസാനി. ഉമ്മ ഗർഭം ചുമന്നതും ഉമ്മ മുല കുടിക്കാൻ നമുക്ക് സൗകര്യം ചെയ്തു തന്നതും എല്ലാവരും അനുഭവിച്ചതാണ്. ആ അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയില്ല. മുലപ്പാല് കൊടുത്ത് വളർത്തിയ ഉമ്മയെ കൊന്നു ഒരു കുട്ടി കൊല വിളിച്ചുകൊണ്ട് സമൂഹത്തിൽ മുസ്ലിം പേരിട്ട് കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം.